السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മുഹാജിറുകളിൽപ്പെട്ട പാവപ്പെട്ട ഒരു കൂട്ടം സ്വഹാബികൾ വന്നു. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ പാവങ്ങളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജറ വന്നവരാണ് മുഹാജിറുകൾ. അവരെ കയ്യിലൊന്നുമില്ല. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന പാവങ്ങളാണ് മുഹാജിറുകൾ. അവർ വന്നു നബി തങ്ങളോട് ഒരു പരാതി പറയാൻ വന്നതാണ്. യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾക്ക് ചെറിയൊരു പരാതിയുണ്ട്, ഒരു വിഷമം പറയാനുണ്ട്. എന്താണ് നിങ്ങളുടെ വിഷമം? അവർ പറഞ്ഞു, ഇവിടെ സമ്പന്നന്മാരായ ജനങ്ങളുണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽ സമ്പന്നന്മാരായ മുതലാളിമാരായ ധനികന്മാരായ സ്വഹാബത്തുണ്ട്. അവർ നിസ്കരിക്കുന്നു, നമ്മളും അതുപോലെ നിസ്കരിക്കുന്നുണ്ട്. അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നമ്മളും അതുപോലെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അവർ ദിക്ർ ചൊല്ലുന്നുണ്ട്, നമ്മളും ചൊല്ലുന്നുണ്ട്. പക്ഷേ പിന്നെ എന്താണ് പരാതി? നബിയെ, അവർ ധനികരാണ്. അവരുടെ ധനത്തിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ധാരാളമായി സ്വതക്ക ചെയ്യുന്നുണ്ട്. അവർ ധർമ്മം ധാരാളം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കും അതുപോലെ പ്രതിഫലം കിട്ടണമല്ലോ. നിമിതങ്ങൾ ചോദിച്ചു, അവരെ പോലെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, പറഞ്ഞു തരട്ടെ. നബിയെ, പറഞ്ഞു തരൂ. നിമിതങ്ങൾ പറഞ്ഞു, എല്ലാ നിസ്കാര ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്നും 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്നും 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നും നിങ്ങൾ പറയുക. എന്നാൽ അവർ ചെയ്യുന്ന പോലെ അവർ സദഖ ചെയ്യുന്നുണ്ടെങ്കിൽ, ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള പ്രതിഫലം നിങ്ങൾക്കും അല്ലാഹു തആല തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊരു വലിയൊരു പോയിന്റ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സ്വഹാബത്ത് സന്തോഷത്തോടു കൂടി പിരിഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും വന്നു. നബിയെ, ഇന്നെന്താണ് പരാതി? ആ ധനികരായ സ്വഹാബത്തുണ്ടല്ലോ, മുതലാളിമാരായ സമ്പന്നന്മാരായ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ, അവർ ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ ചെയ്യുന്ന അതേ സംഗതി നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് എന്നും അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ 33 പ്രാവശ്യമൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളും അവർ സമമല്ലല്ലോ. കാരണം അവർക്ക് വീണ്ടും അവർ ധനികരായത് കൊണ്ട് തന്നെ, സമ്പത്ത് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അവർ സ്വതക്ക ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലതില്ല. എന്നാൽ അവരെ പോലെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരും കൂടെ ചെയ്യുന്നുണ്ടല്ലോ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ആ ഔദാര്യം അല്ലാഹു തആല അവർക്ക് കൊടുത്തു. അതിന് നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവരും ചെയ്യട്ടെ, എല്ലാവരും ചെയ്യട്ടെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതോടുകൂടെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു. മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. വല്ലവനും എല്ലാ നിസ്കാര ശേഷവും 33 തവണ സുബ്ഹാനല്ലാഹ് എന്നും 33 തവണ അൽഹംദുലില്ലാഹ് എന്നും 33 തവണ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞു 99ആയി. 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് 100 പൂർത്തിയാക്കുകയും ചെയ്താൽ സമുദ്രത്തിലെ നുരയോളം ദോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, എനിക്ക് പറയാനുള്ളത്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആ നിസ്കാരപ്പായയിൽ നിന്ന് അല്ലെങ്കിൽ മുസല്ലയിൽ നിന്ന് ഓടിമറയാതെ, ഓടിപ്പോവാതെ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ചെറിയ ദിക്റുകൾ കുറച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലങ്ങളാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ
ചെറുദോഷങ്ങൾ അല്ലാഹു തആല ഇത് കാരണമായി പൊറുക്കപ്പെടുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.